بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ഷഅബാൻ മാസം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നൊരു ഉപദേശം അഖ്ലിസു നിയ്യാത്തിക്കും, നിങ്ങളുടെ നിയ്യത്തുകൾ നിങ്ങൾ നന്നാക്കണം എന്ന ഒരു ഉപദേശമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അല്ലാഹു തആല പറയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല തആല അന അഗ്ന ശുറകാഇ അല ശിർകി മൻ അമില അമലൻ അശ്റക മഇയ ഫീഹി ഗൈരി തറക്തുഹു വശിർകഹു റവാഹു മുസ്ലിം. അല്ലാഹു തആല പറയാണ്, അന അഗ്ന ശുറകാഇ അല ശിർകി, ഒരിക്കലും ഒരു പങ്കുകാരും എനിക്കില്ല. പങ്കുകാരെ തൊട്ടൊക്കെ ഞാൻ ഏറ്റവും ഐശ്വര്യമുള്ളവനാണ്, എനിക്കൊരു പങ്കുകാരനുമില്ല. അതുകൊണ്ട് ആര് എന്ത് അമല് ചെയ്യുകയാണെങ്കിലും എന്ത് ഇബാദത്ത് എടുക്കുകയാണെങ്കിലും എനിക്ക് വേണ്ടി അല്ലാതെ മറ്റാരെങ്കിലും അതിൽ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് അവനെ വേണ്ട, അവൻ്റെ ആ പണിയും എനിക്ക് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് അമല് ചെയ്യുകയാണെങ്കിലും ലില്ലാഹി അള്ളാഹു എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്കൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കയറി കൂടിയാൽ അത് വിഫലമാവുകയും അത് പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. മൻ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാഇ യുറാഇല്ലാഹു ബിഹി. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സമാനമായ ഹദീസാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും എന്നതിനപ്പുറം നമ്മളിങ്ങനെ നന്മയൊക്കെ ചെയ്താൽ ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം, നല്ല മതിപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണം. കാരണം എന്തൊരു കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ഹൈലൈറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അത് പെരുപ്പിച്ച് കാണിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പെരുമ നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വീക്ക്നെസ് ഇന്ന് എല്ലാവരെയും പിടികൂടിക്കൊണ്ടിരിക്കുക. വെറുതെ അല്ല, റമദാൻ വരുമ്പോൾ ഷഅബാനിൽ നോമ്പിന്റെ റമദാന്റെ മുന്നോടിയായിട്ട് നബികൾ കൊടുത്ത ഉപദേശം അഖ്ലിസു നിയ്യാത്തിക്കും, നിയ്യത്ത് വളരെ ശ്രദ്ധിക്കണം. നിയ്യത്ത് ഉണ്ടെങ്കിൽ യക്ഫിക്കൽ അമലുൽ ഖലീൽ, കുറച്ച് അമല് മതി നിയ്യത്തുണ്ടെങ്കിൽ എന്നാണ്. ഈ നിയ്യത്താണ് വലിയ വിഷയം. എല്ലാ ഹദീസിന്റെ കിതാബുകളും പ്രമുഖമായ കിതാബുകളൊക്കെ തുടങ്ങുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടൽ നിയ്യത്ത് കൊണ്ടാണ് എന്ന ഹദീസ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഇബ്ലീസ് അപ്പം അവിടെ പിടികൂടും. നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായക്കാരും പിന്നെ ജനങ്ങൾ നമ്മളെ പുകഴ്ത്തും എന്നുള്ള നിലക്ക് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ടെൻഡൻസി ആ ചായ്വ് ജനങ്ങളിലേക്ക് എന്ന അവസ്ഥയ്ക്ക് മാറുകയാണ്. ജനങ്ങളെ നമ്മളെ മദ്ഹ് ചെയ്യുക, ജനങ്ങളെ നമ്മളെ പുകഴ്ത്തുക, ജനങ്ങളെ നമ്മളെ ഇഷ്ടപ്പെടുക, അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കണമല്ല. നമ്മളൊരു കാര്യം പറഞ്ഞത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അവനെ വെറുപ്പിക്കലാവും. അപ്പം നമ്മൾ പറയില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടും, പക്ഷെ അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ബാപ്പാക്ക് ഇഷ്ടപ്പെടില്ല, മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മൾ പറയില്ല. ഏത് കാര്യം അങ്ങനെ തന്നെ. അള്ളാഹു താലാക്ക് തൃപ്തിയാകും, ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണെങ്കിലും അത് മറ്റൊരാൾക്ക് വെറുപ്പാകുമോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുകയാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനേക്കാൾ പരിഗണിക്കുന്നത് മനുഷ്യന്മാർക്കാണ്. ഇതാണ് ഷിർക്ക് എന്നറിയാം. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ചെയ്യാതിരിക്കുകയാണെങ്കിലും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം. ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി, നീ ചെയ്യുന്നില്ലേ ആ ചെയ്യാതിരിക്കലും അള്ളാഹ്ക്ക് വേണ്ടി, നന്മ ചെയ്യലും അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം, തിന്മ ഒഴിവാക്കലും അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യഭിചാരം അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തെറ്റ് അത് ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ ഞാനാകെ വഷളായിൻ്റെ പേരും പെരുമൊക്കെ പോയി എരപ്പാവുമല്ലോ എന്ന് കരുതിയിട്ടാകുമ്പോൾ ഒന്നുകൂടി ഈമാനുള്ള മനുഷ്യന്മാരെന്താ ചിന്തിക്കുക, അത് അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ, അള്ളാഹ്ക്ക് വെറുപ്പാണല്ലോ, അള്ളാഹ്ക്ക് അത് നിരോധിച്ച സംഗതി ആയതുകൊണ്ട് അള്ളാഹ്ക്കത് അതൃപ്തിയായിരിക്കും ഇന്ന് നമ്മൾ ലജ്ജയും ജനങ്ങൾക്കിടയിലുള്ള ക്ഷേമവും മാനക്കേടും ഇത് മാത്രമാണ് തെറ്റിനെ തൊട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നമ്മളെ നാറുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ നമ്മളത് തെറ്റെയ്യും. അവനാൻ്റെ നാട്ടിലായിരിക്കും നമ്മുടെ തെറ്റുകളൊക്കെ വിട്ടുക. നാട് വിട്ടു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചുളിവിൽ ചാൻസ് കിട്ടിയാൽ തെറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അള്ളാഹുവിനെ കാണാതെയും അള്ളാഹു അറിയാതെയും അള്ളാഹുവിനെ വെട്ടിച്ചും ഒരിടത്തും ലോകത്ത് ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയാലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും എവിടെ പോയാലും നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, പരിചയക്കാരില്ല, നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നുമില്ല. ആ സമയത്തും അള്ളാഹു ഇവിടുന്ന് എങ്ങനെയാണ് നമ്മളെ കൂടെ അതേമാതിരി തന്നെ അവിടുന്ന് അള്ളാഹു എന്ന ബോധം ഉണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യൂല.
അപ്പൊ നമ്മൾ അവിടുന്ന് ചെയ്യണം എന്തിനാ? ഇവിടെ ആൾക്കാർ കാണില്ല, ഇവിടുത്തെ ആൾക്കാർ കാണും. അപ്പോഴൊക്കെ അതിലൊക്കെ ഷിർക്ക് കയറി വരികയാണ്. അവിടെയൊക്കെ നമുക്ക് ഷിർക്ക് കയറി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ നോമ്പെടുക്കുമ്പോൾ നോക്കുക നിങ്ങൾ, ചില ആൾക്കാർക്ക് നോമ്പെടുക്കുമ്പോൾ തന്നെ 30 ദിവസം നല്ലതാണ്, കൊളസ്ട്രോളാണ് കുറഞ്ഞിട്ടും കൊഴുപ്പാണ്ട് കുറഞ്ഞിട്ടും വയറ് കുറഞ്ഞിട്ടും അതിനൊരു ആരോഗ്യ പദ്ധതി ആയിട്ട് കാണുക. അത് ലക്ഷ്യമാക്കരുത്. പക്ഷേ ചില ആൾക്കാർക്ക് അത് ലക്ഷ്യമാണ്. അതുകൊണ്ടാണല്ലോ വെറുതെ അല്ല റമദാൻ വരുമ്പോൾ നബി തങ്ങൾ അങ്ങനത്തെ ഒരു ഉപദേശം കൊടുത്തത്, അഖ്ലിസു നിയാത്തിക്കും. അബൂ മാമത്തുൽ ബാഹിരി എന്ന സ്വഹാബി പറയാണ്, നോമ്പ് വരുമ്പോഴേക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശം അഖ്ലിസു നിയാത്തിക്കും, നിയ്യത്തുകൾ നന്നാക്കണേ, നിയ്യത്തുകൾ നന്നാക്കണേ എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടതാണ് അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ അല്ലേ. ചില പെൺകുട്ടികൾ ചോദിക്കും, ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് എന്താ കുഴപ്പം, ആകാശം പൊളിഞ്ഞാടോ, എന്താ ഇപ്പം തല മറക്കണം എന്നൊരു നിർബന്ധം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആകാശം പൊളിഞ്ഞാടില്ല, നാട്ടിലെ പ്രശ്നം ഒന്നുമല്ല. അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടമാണോ അല്ല, അത് മാത്രം നോക്കിയാൽ മതി. എന്താ ഇപ്പം അങ്ങനെ ചെയ്താൽ വിഷയം? അപ്പോൾ നമ്മൾ യുക്തിയും ബുദ്ധിയും ഒക്കെ ചിന്തിക്കുക, അതൊന്നും ചിന്തിക്കരുത്. അള്ളാഹു പറഞ്ഞോ പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞാൽ അത് ചെയ്യുക, അള്ളാഹ് ചെയ്യരുത് ഒഴിവാക്കുക. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാ. അതാണ് ആര് അള്ളാഹ്ക്ക് വേണ്ടിയായോ അവനക്ക് വേണ്ടി അള്ളാഹുവും ആകും എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും ഏറ്റവും വലിയ തെറ്റ് ഷിർക്ക് ഈ ഒരു ഷിർക്കാണ്. അതാണ് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ നിയ്യത്തുകൾ കലർപ്പ് വരാൻ പാടില്ല, നിയ്യത്തുകളിൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ഇപ്പം നിസ്കാരം ഒന്ന് ഭംഗിയാക്കും, ഒരാൾ കാണുന്നുണ്ട് നോക്കുന്നുണ്ടാകുമ്പോൾ നിസ്കാരം ഒന്നും കൂടി ഭംഗിയാക്കി ഉഷാറാക്കി നടക്കും. അപ്പോൾ അനഅവനസ്വറക്ക, എനിക്കൊരു പങ്കുകാരും വേണ്ട, എനിക്ക് ആരും വേണം, എനിക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി. എനിക്ക് ശിർക്കിനെ തൊട്ട് ഞാൻ എത്രയോ പരിശുദ്ധനാണ്, ഐശ്വര്യവാനാണ്. ആരെങ്കിലും എന്തെങ്കിലും അമല് ചെയ്തു, ആ അമൽ എൻ്റെ കൂടെ ഞാൻ കാണുന്നതിൻ്റെ കൂടെ സൃഷ്ടികളെയും മറ്റൊക്കെ താല്പര്യപ്പെടാന്നുണ്ടെങ്കിൽ ഞാൻ അവൻ ഒഴിവാക്കും, അവൻ ഉപേക്ഷിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളെ നമുക്ക് എപ്പോഴും മാർഗദർശനം നടത്താനും നമുക്ക് ശിക്ഷണം നൽകാനുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുതരും, ശ്രദ്ധിക്കണം കേട്ടോ, ഷിർക്ക് കയറി വരരുത്. ഏത് ഷിർക്ക്? ഈ ഷിർക്ക്. ഏത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കല് അള്ളാഹു റസൂല് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് നോട്ടം പാടില്ല. അപ്പോഴാണിത് അള്ളാഹുവിനിക്കാകുക. അപ്പം നോമ്പാണ് വരുന്നത്, റമളാനിൽ സുഹൃതങ്ങളും നന്മകളൊക്കെ അധികരിപ്പിക്കും. അവിടെയൊക്കെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി മാത്രമാകും. മരിച്ചോടത്ത് പോവുകയാണെങ്കിലും, ഒരു മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിലും, മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിലും, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും, ഖബറടക്കത്ത് പോവുകയാണെങ്കിലും, രോഗി സന്ദർശനത്തിനും എല്ലായിടത്തിലും അള്ളാഹു എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വേറെ ലക്ഷ്യം, ഒരു പാവപ്പെട്ടവർക്ക് ഒരു ധർമ്മം കൊടുക്കുകയാണെങ്കിലും, ഇനി സഹായിക്കുകയാണെങ്കിലും, പള്ളിക്ക് പ്രവർത്തിക്കുകയാണെങ്കിലും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദ്വാരക്കണ്ടെന്ന് പറയും, പഠിച്ചവരുടെ നീയത്ത് നന്നാക്കി തരണേ. മഹാന്മാരൊക്കെ ദ്വാരക്കും, എൻ്റെ നീയത്ത് നന്നാക്കി തരണേ. കാരണം മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും പാളിപ്പോവും. കൽബ് എന്ന് പറഞ്ഞാൽ പാറി പറിക്കണമെന്നാണ്, ഇങ്ങനെ മാറി മരണതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ദ്വാരക്കേണ്ട ദ്വാരയാണതാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ത്വഅതിക്. അതുകൊണ്ടത് പറയാനുള്ളത് നീയത്തിൻ്റെ വിഷയമാണ്. അള്ളാഹു നമ്മുടെ നീയത്ത് നന്നാക്കി തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും, വയല് പറയുകയാണെങ്കിലും, ഇമാമത്തിക്കാണെങ്കിലും, കുത്തുബോധാണെങ്കിലും, നാട്ടുകാർക്ക് സേവനം ചെയ്യുകയാണെങ്കിലും, എന്ത് ഖിദ്മത്ത് ചെയ്യുകയാണെങ്കിലും, എല്ലാത്തിനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നമ്മുടെ നീയത്ത് നന്നാക്കി തെരുമാറാവട്ടെ. ഒരു കലർപ്പുമില്ലാതെ, ഭൗതിക ഇച്ഛകളും താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ഏത് ചെയ്യുകയാണെങ്കിലും അള്ളാഹു എന്നതിന് മാത്രമായി ചെയ്യാനുള്ള രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ കൽബിനെ അള്ളാഹു നമുക്ക് മാറ്റി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.